ഗുരുധർമ്മ പ്രചാരണ സംഘം കുണ്ടറ പെരുമ്പുഴയിൽ ശിവഗിരി തീർത്ഥാടന പദയാത്ര വിളംബര സമ്മേളനം നടത്തി. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ സഹായ വിതരണം, അനുസ്മരണം എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി. ആത്മീയതയ്ക്കും തത്വചിന്തയ്ക്കും മാനവിക മുഖം നൽകിയ ആചാര്യനാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് PC വിഷ്ണുനാഥ് MLA. ഗുരുധർമ്മ പ്രചാരണ സംഘം കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുണ്ടറ പെരുമ്പുഴയിൽ നടത്തിയ ശിവഗിരി തീർത്ഥാടന പദയാത്ര വിളംബര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കർമ്മയോഗം കൊണ്ട് ഗുരു നവീകരിച്ചു. ഭൗതികവും ആത്മീയവുമായ നീതി എല്ലാവർക്കും ലഭിക്കണമെന്ന നിർബന്ധം ഗുരുവിനുണ്ടായിരുന്നു. ആധുനിക ഭാരതം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകനായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെന്നും MLA കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ പറയുമ്പോൾ ആധികാരികമായി പറയണമെന്നുള്ളതുകൊണ്ട് മഹാനായ R. ശങ്കർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. R. ശങ്കർ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബഡ്ജറ്റിലാണ് ക്ഷേമ പെൻഷനുകൾ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. പിന്നീട് വന്ന ഗവൺമെന്റുകൾ ഇത് വിപുലപ്പെടുത്തുകയും തുക വർദ്ധിപ്പിക്കുകയും കൂടുതൽ മേഖലകളിൽ ക്ഷേമ പെൻഷനുകൾ കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ R. ശങ്കറിന്റെ പേര് ചേർത്താരും പറയാറില്ല. കേരളത്തിൽ ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഭരണാധികാരി. സംഘം ചെയർമാൻ എഴുകോൺ രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. ഗുരുദേവ ഭക്തിയായ പെരുമ്പുഴ ശീലാഭവനിൽ K. സത്യാവതി അനുസ്മരണം ശിവഗിരി മഠമംഗം സ്വാമി സത്യാനന്ദ സരസ്വതി നടത്തി. സെക്രട്ടറി B. സ്വാമിനാഥൻ, മാതാ ഗുരുപ്രിയ, ശാന്തിനി കുമാരൻ, കാഷ്യൂ കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം B. സുജീന്ദ്രൻ, സേവാഭാരതി ഇളമ്പള്ളൂർ പ്രസിഡന്റ് കലാധരൻ പിള്ള, G. സുധർമ്മൻ, G. ലാലു, G. മോഹനൻ, S. ഗീത, യശീല, ഉണ്ണിപുത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കിടപ്പ് രോഗികൾക്കുള്ള മരുന്നുകൾ സേവാഭാരതിക്ക് PC വിഷ്ണുനാഥ് MLA കൈമാറി. 4 കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം 500 രൂപ വെച്ച് 1 വർഷത്തെ തുക ശിവഗിരി മഠത്തിലെ സ്വാമി സത്യാനന്ദ സരസ്വതി കൈമാറി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.